വളരെ നിർണായകമായി നടന്ന MLC തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. കോൺഗ്രസിനെന്നല്ല, ഇന്ത്യ സഖ്യം പൂർണ്ണതോതിൽ തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 17-ൽ 16 സീറ്റുകളും BJP NDA സഖ്യം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇന്ന് വന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ 17 സീറ്റുകളിൽ നടന്ന MLC തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളും NDA BJP സഖ്യം നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഒരു സീറ്റും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ കിട്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. 17-ൽ ഒരു സീറ്റ്, ആ ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് BJPയുടെ വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആ ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര MLC തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം തൂത്തുവാരിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ MVAക്ക് 0 വോട്ടാണ് ലഭിച്ചത്. 0 സീറ്റാണ് MVAക്ക് ലഭിച്ചിരിക്കുന്നത്. തന്നെ BJP വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥി നാസിക്കിൽ വിജയിച്ചു കയറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 17 ലെജിസ്ലേറ്റീവ് കൗൺസിൽ സീറ്റുകളിൽ 16 എണ്ണത്തിലും മഹായുതി സഖ്യം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാതെ പോയത് ഏറ്റവും വലിയ തോതിലുള്ള തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത് തന്നെ. നാസിക്കിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥിക്കെതിരെ BJP വിമതനായ ഗോകുൽ ഗെയ്റ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച് കയറിയത് ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സീറ്റ് ഭരണസഖ്യത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നിൽ കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പരാജയപ്പെട്ട ശിവസേന സ്ഥാനാർത്ഥി BJPയും മറ്റ് സഖ്യ പങ്കാളികളും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപണവും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ശിവസേനയിൽ ചേരാനുള്ള ഓഫർ ലഭിച്ചാൽ തൻ്റെ പാർട്ടി പ്രവർത്തകരുമായി ചർച്ച ചെയ്യുമെന്ന് ഗോകുൽ ഗെയ്റ്റ് ഇതിനോടകം പറയുകയുണ്ടായി. അതായത് 17-ൽ 17 സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് NDA തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന 17-ൽ 16 സീറ്റുകളും നിലവിൽ NDA സഖ്യം വിജയിച്ചു കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ ഒരൊറ്റ സീറ്റിലാണ് BJP വിമതൻ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് 17-ൽ 17ഉം തൂത്തുവാരുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ ഈ MLC തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ഒരു MLC തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഖ്യത്തിലെ പരാജയത്തിൽ തന്നെ പ്രതിപക്ഷം ശിവസേനയെ പരിഹസിക്കുകയുണ്ടായി. BJP സഖ്യകക്ഷികളെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ശിവസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ കോൺഗ്രസ് നേതാവ് സതേജ് ബണ്ടി പാട്ടീൽ ജൽഗാവിൽ ശിവസേനയുടെ ത്യാഗത്തിന് പ്രതിഫലം ലഭിച്ചതായി പറയുകയുണ്ടായി. ജൽഗാവിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ശിവസേന പിന്നോട്ടു മാറി. ഈ ഒരു റിസൾട്ടിന് ശേഷം പ്രാദേശിക ശിവസേന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അവർ പിന്മാറിയില്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കുമായിരുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയുമുണ്ടായി. ശിവസേനയുടെ ഒരു സ്ഥാനാർത്ഥിയെ BJP പരാജയപ്പെടുത്തുകയും ശിവസേന UBT നേതാവ് സഞ്ജയ് റൌട്ട് പറയുകയുമുണ്ടായി. വോട്ടെടുപ്പ് നടന്ന 17 സീറ്റുകളിൽ 11 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് അനിവാര്യമായി മാറിയത് തന്നെ. നേരത്തെ തന്നെ 6 സീറ്റുകൾ എതിരില്ലാതെ പ്രഖ്യാപിച്ചിരുന്നു. അവിടെ NDA വിജയിക്കുന്ന തരത്തിലോട്ട് നേരത്തെ തന്നെ എതിരില്ലാതെ തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സീറ്റുകളിലാണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് തന്നെ. ഇതിൽ തന്നെ 17-ൽ 17ലും ഇപ്പോൾ NDA തന്നെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതിൽ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ ഒരു തരത്തിലുമുള്ള നേട്ടമോ അല്ലെങ്കിൽ ഒരു സീറ്റോ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ല എന്ന് മാത്രമല്ല, അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് ഒരു നാണംകെട്ട തോൽവിയിലേക്ക് കോൺഗ്രസും ഇന്ത്യ സഖ്യവും മഹാരാഷ്ട്രയിൽ മാറി എന്നുള്ളത് അടിവരയിട്ട് പറയാം.